പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചു. 76,230 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. ആദ്യ 100 പേരുടെ ലിസ്റ്റിൽ സംസ്ഥാന സിലബസിൽ നിന്നുള്ളത് 21 പേർ മാത്രം. മുൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 43 പേരായിരുന്നു. എസ് ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, അല്പസമയം മുമ്പാണ് പുതുക്കിയ കീം പരീക്ഷാഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചത്. ഈ പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയാണ് വലിയ രീതിയിൽ സംസ്ഥാന സിലബസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത് ഏകദേശം 43 വിദ്യാർത്ഥികളാണ്. പക്ഷേ രണ്ടാം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് 21 ചുരുങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കീമിൽ റാങ്ക് ലിസ്റ്റിൽ യോഗ്യത നേടിയിട്ടുള്ളത് 76,230 വിദ്യാർത്ഥികളാണ്. മുൻ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എക്സാം എഴുതിയത് 86,549 വിദ്യാർത്ഥികളാണ്. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് 76,230 വിദ്യാർത്ഥികളാണ്. അതിൽ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാവുകയും പിന്നീട് ആ വിഷയം കോടതി കയറുകയും ചെയ്തിരുന്നു. കോടതി അത് ഔദ്യോഗികമായി റദ്ദാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയോടുകൂടി ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു അപ്പീൽ പോകാൻ സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പീലിനും തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് പഴയ രീതിയിൽ എങ്ങനെയാണോ ഇത്രയും നാൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ 1:1 എന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വഴങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അല്പസമയം മുമ്പ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആദ്യ 5 പേരിൽ 2 തിരുവനന്തപുരം സ്വദേശികളാണ് ഉള്ളത്. അതിൽ കർണാടക സ്വദേശി അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അപ്പീലടക്കം സുപ്രീം കോടതിയിലേക്ക് പോകില്ല എന്നൊരു നിലപാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം സ്വീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പുതുക്കിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അതായത് പുതിയ പ്രോസ്പെക്ടസിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ലാതെ ഇത്രയും നാൾ എങ്ങനെയാണോ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ആ രീതിയിൽ തന്നെ പ്രസിദ്ധീകരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ന് സർക്കാർ എത്തുകയുമായിരുന്നു. എന്തായാലും അതിലും സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. ഇനി എന്തായിരിക്കും ആ കുട്ടികളുടെ ഭാവി എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന മാർക്കും ഉയർന്ന സ്കോറും ഒക്കെ നേടിയ വിദ്യാർത്ഥികൾ ഈ രണ്ടാം റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, അതിൽ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ പിന്നോക്കം പോയിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അതേസമയം ആർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു, അത് പാളിപ്പോയതിൽ വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാർ എത്തിച്ചത് എന്തിനു വേണ്ടിയെന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അനിൽ നമ്പ്യാർ, ശാലിനി, ഒന്നാം റാങ്ക് മാറി അതുപോലെ കേരള സിലബസുകാർ പിന്നോക്കം പോയത്, ഇതിലൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയാണ്? അനിൽ നമ്പ്യാർക്ക് അടുത്ത അമർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. കാരണം ഈ ഒന്നാം റാങ്ക് അടക്കം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ജോഷുവ ജേക്കബ് തോമസ് ആണ് ഇത്തവണത്തെ ഈ രണ്ടാമത്തെ പുതുക്കിയ റാങ്ക് പട്ടിക വരുമ്പോൾ ഒന്നാം റാങ്കുകാരൻ. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ളത് മുൻപ് മറ്റൊരു വിദ്യാർത്ഥിയായിരുന്നു. 2ാം റാങ്ക് നേടിയിട്ടുള്ളത് ചെറായി സ്വദേശിയാണ്. ഹരികൃഷ്ണൻ ബൈജു എന്ന് പറയുന്ന ചെറായി സ്വദേശിയാണ്. 3ാം റാങ്ക് എമിൽ ഐബ് സഖറിയാണ് 3ാം റാങ്ക് നേടിയിട്ടുള്ളത്. 4ാം റാങ്കിലേക്ക് വരികയാണെങ്കിൽ ആദിൽ സയാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഇതിൽ 4ാം റാങ്ക് നേടിയിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ 100 പേരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ 43-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആദ്യ പട്ടികയിൽ. പക്ഷേ രണ്ടാം പട്ടിക വരുമ്പോൾ അത് 23 കുറയുകയാണ്. വലിയ രീതിയിലുള്ളൊരു അന്തരം അക്കാര്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിലബസിലടക്കം വലിയ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ അന്തരം ഈ റാങ്ക് പട്ടിക അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ട്. അതിലടക്കം വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിലേതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികൾ കോടതിയിലേക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടായ സാഹചര്യം, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നടപടി, അതിന് കോടതി തടയിട്ടതോടുകൂടി പിന്നീട് അപ്പീൽ പോയി അവിടെയും തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ ഒരു പഴയ രീതിയിൽ റാങ്ക് പട്ടിക, അതായത് കോടതി വിധി തീരുമാനം വന്നതിന് ചെറിയ മണിക്കൂറുകൾ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. എന്തായാലും കാര്യമായ മാറ്റങ്ങളോടുകൂടി ഒരു
റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർഷമുണ്ട്, രക്ഷകർത്താക്കൾക്കിടയിലും അതുണ്ട്. അത് ഏത് തരത്തിൽ ഇനി ഈ സ്റ്റേറ്റ് സിലബസിൽ വന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം നീറ്റിൻ്റെ റാങ്ക് പട്ടികയൊക്കെ വന്ന് ആ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ താമസിച്ചാണ് കീമിൻ്റെ റാങ്ക് പട്ടിക വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിലും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും കോടതി കയറിയ സാഹചര്യത്തിൽ ഇവരുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടി സർക്കാർ സ്വീകരിച്ചു എന്നൊരു വിമർശനം കൂടി ഘട്ടത്തിലുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു തിരിച്ചടിയാണ് ഈ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ സർക്കാരിനും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അനിൽ നമ്പ്യാർ.